കാലവർഷം കനത്തതോടെ സംസ്ഥാനത്ത് ട്രെയിൻ ഗതാഗതം താളം തെറ്റി. ട്രാക്കിൽ മരം വീണ് കോഴിക്കോട് ഷൊർണൂർ പാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. 10ലേറെ ട്രെയിനുകൾ വൈകിയാണ് ഓടുന്നത്. കോഴിക്കോട് അരീക്കാട് മരം വീണും വീടിന്റെ മേൽക്കൂര റെയിൽവേ പാളത്തിലേക്ക് മറിഞ്ഞുമായിരുന്നു അപകടം. 8 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു. എന്നാൽ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം 300 മീറ്റർ അകലെ വീണ്ടും മരം വീണു. 3 മണിക്കൂറിന് ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പ്രദേശത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് സന്ദർശനം നടത്തി. റെയിൽവേയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, നേരത്തെ പെടുത്തിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രിക്കോഷൻ എടുക്കണമെന്ന് നേരത്തെ സൂചിപ്പിച്ചാണ്. ഇതുപോലെ സാധ്യതയുള്ളിടത്തൊക്കെ തന്നെ ശ്രദ്ധിക്കാൻ നേരത്തെ തന്നെ ഞങ്ങൾ യോഗം ചേർന്നിരുന്നു, കാര്യങ്ങൾ ആലോചിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ പരിശോധിക്കാം. നേത്രാവതി എക്സ്പ്രസ്, പരശുറാം എക്സ്പ്രസ്, മംഗലാപുരം തിരുവനന്തപുരം ഏറനാട് കണ്ണൂർ കോയമ്പത്തൂർ പാസഞ്ചർ, കോയമ്പത്തൂർ മംഗളൂർ ഇന്റർസിറ്റി എക്സ്പ്രസ്, മംഗലാപുരം തിരുവനന്തപുരം വന്ദേ ഭാരത്, നിസാമുദ്ദീൻ എറണാകുളം മംഗള എക്സ്പ്രസ്, ഗുരുവായൂർ തിരുവനന്തപുരം എക്സ്പ്രസ്, അമൃത്സർ തിരുവനന്തപുരം നോർത്ത് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ 2 മണിക്കൂറോളം വൈകിയാണ് ഓടുന്നത്. 1 മണിക്കൂർ ലേറ്റ് ആയിരുന്നു. ഗരീബ് രഥം ഇവിടെ ബോംബെ ടു തിരുവനന്തപുരം ലേറ്റായി, എന്നിട്ടാണ് ഇവിടെ ഇറങ്ങിയത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിനു മുമ്പിൽ ട്രെയിൻ കിട്ടുമായിരുന്നു, കോയമ്പത്തൂർ ട്രെയിൻ കിട്ടുമായിരുന്നു. ഇനി അടുത്ത വണ്ടിക്ക് പോകും. കനത്ത കാറ്റിലും മഴയിലും എറണാകുളം കളമശ്ശേരി അമ്പാട്ടുകാവിൽ ആൽമരം പൊട്ടി വീണായിരുന്നു അപകടം. മരം വെട്ടിമാറ്റി പുലർച്ചെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കൊച്ചി തിരുവനന്തപുരം ബ്യൂറോക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24 കോഴിക്കോട്.